ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. May the name of the Lord be glorified. ഇങ്ങനെ ഒരു അവസരം ലഭിച്ചത് ഓർത്ത് പ്രിയപ്പെട്ടവരെയൊക്കെ കാണാനും സംസാരിപ്പാനും ഒരു അവസരം ഈ നിലയിൽ ലഭിച്ചത് ഓർത്ത് ഞാൻ ദൈവമുമ്പാകെ നന്ദിയുള്ളവനായിട്ടായിരിക്കുന്നു. I am very thankful to God that the Lord has given me such an opportunity to speak His word, and also He has helped me to see all of you. അതുപോലെ തന്നെ ഇങ്ങനെ ഒരു അവസരം തന്ന പ്രിയപ്പെട്ടവരോടുള്ള നന്ദിയും കടപ്പാടും ആദരവും പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. And initially, I want to give my thanks to all the brothers who gave me this opportunity. പ്രിയമുള്ളവരെ, നമ്മൾ ഇന്ന് കുടുംബജീവിതത്തെക്കുറിച്ച് പ്രാരംഭമായിട്ട് സംസാരിക്കണമെന്നും തുടർന്ന് സംശയങ്ങളുടെ മറുപടി നൽകണമെന്നുമാണ് സംഘാടകരെ ആവശ്യപ്പെട്ടിരിക്കുന്നത്. The brothers who organized this meeting has asked me to speak about the family life in the beginning and followed by the question answer session. നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത്, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അടുത്ത ബന്ധം ഭാര്യാഭർത്തൃ ബന്ധമാണ് എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. Many times we believe and we think that the most intimate relationship we can have is the relationship between a husband and a wife. എന്നാൽ ബൈബിൾ അനുസരിച്ച് ഒന്നാമത്തെ ബന്ധം ഭാര്യയും ഭർത്താവും തമ്മിലല്ല. But according to the Bible, the first relationship is not between a husband and a wife. വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒന്നാമത്തെ ബന്ധം ദൈവത്തോടാണ്. ഒന്നാമത്തെ ബന്ധം. So considering us as believers, the first and the most intimate relationship that we have is with God. ആ ദൈവത്തോടുള്ള ബന്ധം കഴിഞ്ഞാണ് അന്യോന്യമുള്ള ഭാര്യയും ഭർത്താവുമായിട്ടുള്ള ആ ബന്ധം വരുന്നത്. അത് രണ്ടാമതാണ്. So our first relationship is with Lord, and following that, the next relationship is the relationship between the husband and wife. മനുഷ്യന്റെ സൃഷ്ടിയുടെ തുടക്കത്തിൽ തന്നെ ഈ കാര്യം ദൈവം ഭംഗ്യന്തരേണ വ്യക്തമാക്കിയിട്ടുണ്ട്. And God has very clearly demonstrated this even from the beginning of the creation. നമുക്കറിയാമല്ലോ, ഉൽപ്പത്തി പുസ്തകത്തില് ആദമിനെ ആദ്യം ദൈവം സൃഷ്ടിക്കുന്നു. We know that in the book of Genesis that God created Adam in the beginning. ആദമിനെ ആ നിലയിൽ സൃഷ്ടിച്ച് അവന് ജീവൻ നൽകിയപ്പോ അവൻ ജീവനുള്ള ഒരു ദേഹിയായി തീർന്ന് കണ്ണു തുറന്ന് ആദ്യം നോക്കിയത് ആരുടെ മുഖത്തായിരിക്കാം? So after God creating Adam and gave him life, and Adam after becoming a living soul, when he opened his eyes, whom did he initially see? തീർച്ചയായിട്ടും ദൈവത്തെയാണ് ആദാം ആദ്യമായി കണ്ടത്. ഒന്നാമത് ദൈവത്തോടുള്ള ബന്ധമായിരുന്നു ആദാമിന്റെ ബന്ധം. Definitely it is God whom Adam saw when he opened his eyes, and that is the initial relationship which man had, that is with God. പിന്നീട് മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല എന്ന് കണ്ട് ദൈവം അവനൊരു തുണയെ സൃഷ്ടിച്ച് അവന് കൊടുക്കുകയായിരുന്നു. പക്ഷെ അവൻ്റെ ആദ്യം ഒരു മനുഷ്യനെന്നുള്ള നിലയിൽ കണ്ണു തുറന്ന് ആദ്യം കണ്ടത് ദൈവത്തിന്റെ മുഖമാണ്. Following that, God created Eve because God saw that it was not good for man to be alone. But at the beginning, the relation which man had was with God himself. അതുപോലെ തന്നെ ഹൗവയുടെ കാര്യം എടുക്കുക. In the same case with Eve, ഹൗവയെ ദൈവം ആ നിലയിൽ സൃഷ്ടിച്ചപ്പോഴും ഹൗവ ജീവനുള്ള ഒരു ദേഹിയായി തീർന്നപ്പോ അവളും കണ്ണു തുറന്ന് ആരെയായിരിക്കും ആദ്യം കണ്ടത്? തീർച്ചയായിട്ടും ദൈവത്തെയാണ്. So God, after creating Eve also and giving her life and she becoming a living soul, when she also opened her eyes, whom did she saw? She saw God. പിന്നീടാണ് ഹൗവയെ ആദത്തിന്റെ അടുത്ത് കൊണ്ടുവരുന്നതും അവര് തമ്മിൽ അന്യോന്യം കാണുന്നതും രണ്ടാമതാണ്. And then God brought Eve to Adam, and then they both met. But that is the second meeting. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം നമുക്കറിയാമല്ലോ. അവിടെ നമ്മൾ വായിക്കുന്നത്, ദൈവത്തിനാണ് അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. കൊലോസ്യർ 1:16. Colossians chapter 1 verse 16.
it says, "For by him all things were created, and all things have been created through him and for him." അവനായിട്ടും അവൻ മുഖാന്തരം അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടു. അപ്പോൾ ആദമും ഹവ്വയും സൃഷ്ടിക്കപ്പെട്ടതും അവനായിട്ടാണ്, ദൈവത്തിനായിട്ടാണ്. ഒന്നാം സ്ഥാനം ദൈവത്തിന് തന്നെയാണ്. For by him all things were created, and all things were created through him and for him. So Adam and Eve also were created by God and for God. ദൈവത്തിന്റെ ആഗ്രഹം ദൈവത്തോടുള്ള സ്ത്രീയുടെയും പുരുഷന്റെയും ബന്ധത്തിന് ആനുപാതികമായിട്ടാണ് അവരന്യോന്യം ഉള്ള ബന്ധവും വരുന്നത്. ആ നിലയിലാണ് ദൈവം ഈ കാര്യം സൃഷ്ടിച്ചത്. God has created this relationship between husband and wife in such a way that their initial relationship individually will be with God, and from that relationship the relationship between husband and wife follows. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഇത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ രണ്ട് കൈയുടെ കാര്യം തന്നെ എടുക്കുക. വലത്തെ കൈയും ഇടത്തെ കൈയും. For example, in order to understand this more clearly, let us take this example about our hands, our right hand and our left hand. പുരുഷന് അതിലൊരു കൈയെ, സ്ത്രീയെ മറ്റേ കൈയെ എന്ന് വിചാരിക്കുക. Let us imagine like this, that husband is one hand and wife is another hand. പുരുഷന് വലത്തെ കൈയാകണമെന്ന് പുരുഷ മേധാവിത്വമുള്ള ആരെങ്കിലും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ. തിരിച്ച് സ്ത്രീകളും അങ്ങനെ ചിന്തിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ. നമ്മുടെ ഈ ഉദാഹരണത്തെ സംബന്ധിച്ചിടത്തോളം രണ്ട് കൈയെ, ഒന്ന് പുരുഷന് ഒന്ന് സ്ത്രീ, അത്രയും മതി. If you think that you are the head or you are more prominent, you can think that you are the right hand, or the woman, if you think, you can also think like that. But for us, we are just taking as, two hands. ഇതില് രണ്ട് കൈ, അതിൽ ഒന്ന് പുരുഷന് മറ്റേത് സ്ത്രീ. One is husband, that is one hand, and the other hand, it is wife. നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ കൈയെ, ഇടത്തെ കൈയെ എവിടെയെങ്കിലും മുട്ടി പെട്ടെന്ന് വേദന എടുത്താൽ എന്ത് ചെയ്യും? ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ വലത്തെ കൈ വന്ന് ഇടത്തെ കൈയെ തൂക്കും. ആ മുട്ടിയിടത്ത്, വേദനയുള്ളിടത്ത് തൂക്കും. When we are walking and accidentally, if our left hand hits somewhere, automatically as a reflex action, what happens? Our right hand moves towards that portion which was hit, and it will rub that portion. അല്ലെങ്കിൽ വലത്തെ കൈയിൽ ഒരു കൊതുക് വന്ന് പെട്ടെന്ന് കടിച്ചു എന്നിരിക്കട്ടെ, ഇടത്തെ കൈ ഒരു റിഫ്ലക്സ് ആക്ഷൻ പോലെ ആ കൊതുകിനെ അടിച്ചു കൊന്ന് ആ വേദനയിൽ നിന്ന് വലത്തെ കൈയെ മോചിപ്പിക്കും. Or for example, if a mosquito comes and bites on the right hand, just as a reflex action, the left hand comes and hits the mosquito and kills it, thereby removing that pain. എന്തുകൊണ്ടാണ് ഈ വലത്തെ കൈയും ഇടത്തെ കൈയും ആ നിലയിൽ പരസ്പരം സഹകരിച്ച് ആ നിലയിൽ പ്രവർത്തിച്ചത്? What is the reason that the right hand and the left hand is cooperating with each other and helping each other? കാരണം ഇടത്തെ കൈയ്യ് തലയോട് ബന്ധപ്പെട്ടിരിക്കുന്നു, വലത്തെ കൈയും തലയോട് ബന്ധപ്പെട്ടിരിക്കുന്നു. Because the right hand is connected to the head and the left hand is also connected to the head. തലയിൽ നിന്ന് നിർദ്ദേശം കിട്ടുന്നു, നിന്റെ വലത്തെ കൈയിലെ ഒരു കൊതുക് വന്നിരിക്കുന്നു, അതിനെ അടിച്ചു കൊല്ലുക. ഉടനെ തന്നെ ഇടത്തെ കൈയെ പെട്ടെന്ന് പ്രവർത്തിക്കുന്നു. An instruction comes from the head to the left hand when a mosquito bites the right hand, and immediately the left hand hits the mosquito and kills it. അതുപോലെ തന്നെ ഇടത്തെ കൈക്ക് ഒരു വേദന ഉണ്ടാകുമ്പോൾ അവിടെ തലോടി കൊടുക്കാൻ വലത്തെ കൈയോട് ആവശ്യപ്പെടുന്നത് തലയാണ്. In the same way, when the left hand hits somewhere and is hurt, the head instructs the right hand to go immediately to the left hand and rubs that portion. ഇതിൽ ഏതെങ്കിലും ഒരു കൈക്ക് ഏതെങ്കിലും ഒരു പ്രത്യേക അസുഖം മൂലമോ വല്ലോ തലയുമായിട്ട് ആ നിലയിൽ ബന്ധപ്പെടാൻ പറ്റുന്നില്ല എന്നൊന്ന് സങ്കല്പിക്കുക. Let us imagine like this, that because of some issue or some sickness or disease, one hand, it is not able to receive instruction from the head. എന്ത് സംഭവിക്കും? ഈ നിലയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ കഴിയാതെ പോകും. What happens if the instruction is not received to one hand? Now these two hands cannot cooperate with each other and work together. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്,
ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തിന് ആനുപാതികമാണ് ഭാര്യാഭർത്തൃ ബന്ധം. അവർ തമ്മിലുള്ള ആ ബന്ധത്തിൻ്റെ അടുപ്പം ദൈവത്തോടുള്ള ബന്ധത്തെ തലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. So we were telling that the relationship that is there between husband and wife, that is directly connected to the relationship with each person having with God. That is what we were talking about. അപ്പോൾ നമ്മൾ പറഞ്ഞത് മനുഷ്യനെ അല്ലെങ്കിൽ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ ബന്ധം ദൈവത്തോടാണ്, രണ്ടാമത്തെ ബന്ധം ഭാര്യാഭർത്തൃ ബന്ധമാണ്. So we were talking, considering us believers, our first and foremost relationship is with God, and the next relationship is with our spouse. ഈ ഒന്നാമത്തെ ബന്ധം ശരിയാണെങ്കിൽ, ദൈവത്തോടുള്ള ബന്ധം ശരിയാണെങ്കിൽ, നമ്മുടെ നിത്യത സ്വർഗത്തിലോ നരകത്തിലോ എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനിക്കുന്നത്, ദൈവത്തോടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. Our eternal destiny, whether it is in heaven or hell, is related to our relationship with God. അതുപോലെ തന്നെ രണ്ടാമത്തെ ഭാര്യാഭർത്തൃ ബന്ധം അത് ഏറ്റവും നല്ലതായിട്ട് ആയിരുന്നാൽ എന്ത് പറ്റും? അവിടെ ഈ ഭൂമിയിൽ ഒരു സ്വർഗം ഉണ്ടാക്കാൻ പറ്റും. ഇല്ലെങ്കിൽ, അത് ശരിയല്ലെങ്കിൽ ഈ ഭൂമിയിലെ അവരുടെ ജീവിതം ഒരു നരകമായി തീരും. And in the same way, if the relationship between husband and wife is well and good, then there will be heaven in their midst, in their family. And if not, there will be a hell in their midst. അപ്പോൾ ദൈവത്തോട് നല്ല ബന്ധമുണ്ടെങ്കിൽ നിത്യതയിൽ അത് നമ്മൾ സ്വർഗത്തിലായിരിക്കും. ഭാര്യാഭർത്തൃ ബന്ധം നന്നായിരുന്നാൽ ഈ ഭൂമിയിലെ നമ്മുടെ കുടുംബജീവിതം സ്വർഗതുല്യമായ ഒരു ജീവിതമായിരിക്കും. So if our relationship with God is good, then our eternal destiny will be in heaven with God. And if our relationship with our spouse is good, then our earthly life will be heavenly. പ്രിയപ്പെട്ടവരെ, നമ്മൾ പ്രാരംഭമായിട്ട് ഇത്രയൊക്കെ പറഞ്ഞിട്ട് കുടുംബജീവിതം എന്തുകൊണ്ടാണ് പ്രധാനമായിരിക്കുന്നത് എന്നുള്ളതിന് പല കാര്യങ്ങൾ നമുക്ക് വളരെ വേഗത്തിൽ ചിന്തിക്കാം ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ. So, beloved, after giving this introduction, we can very quickly look on various aspects on this topic, that why the family life is so important based on the word of God. കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം, ഒന്നാമത് അത് അത്രയും പ്രധാനമായിരിക്കുന്നതിന് കാരണം ദൈവമാണ് ആ കുടുംബജീവിതം സ്ഥാപിച്ചത് എന്നുള്ളതാണ്. The reason why family life is very important is because God himself have made this or instituted this. ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 18-ാമത്തെ വാക്യം നമുക്കറിയാം. We know Genesis chapter 2 verse 18. അവിടെ ദൈവം പറയുന്നു, മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്കതായ ഒരു തുണ ഉണ്ടാക്കി കൊടുക്കും. അപ്പോ കുടുംബം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. Genesis chapter 2 verse 18. Then the Lord God said, "It is not good for the man to be alone. I will make a helper suitable for him." So this family life is a purpose of God. ഇന്നത്തെ കാലത്ത് പഴയ നിയമത്തിൽ നിന്ന് ഒരു വാക്യം പറഞ്ഞാൽ പലർക്കും അങ്ങോട്ട് പൂർണ്ണ തൃപ്തി വരികയില്ല. പുതിയ നിയമത്തിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിലർ ചോദിക്കാറുണ്ട്. ഉണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 19:6 നോക്കുക. ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. കുടുംബജീവിതത്തിൽ ദൈവമാണ് അവരെ യോജിപ്പിച്ചത്. ദൈവം യോജിപ്പിച്ചതിനെ മനുഷ്യൻ വേർപിരിക്കരുത്. മത്തായി 19:6. So in the current generation, when we say or quote verses from the Old Testament, people are not that much convinced, and they ask, is there anything related to this topic in the New Testament? Yes, of course it is there. It is in Matthew chapter 19 verse 6. അപ്പൊ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം, ഒന്നാമത് അത് ദൈവത്തിന്റെ ഒരു പദ്ധതിയാണ്, ദൈവമാണ് അത് സ്ഥാപിച്ചത്. So the importance of family life is very necessary because it is God who established this relationship, that is a family life. രണ്ടാമത്, ദൈവം ഈ ഭൂമിയിൽ സ്ഥാപിച്ച സ്ഥാപനങ്ങളിലെ ആദ്യത്തെ സ്ഥാപനം, ആദ്യത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ അത് കുടുംബമാണ് എന്നതാണ് രണ്ടാമത് അതിൻ്റെ പ്രാധാന്യമായിട്ട് നമുക്ക് കാണാൻ ഒക്കുന്നത്. The second important factor is because the first institution which God set up on this earth is the family life.
ഈ ഭൂമിയില് 3 വ്യത്യസ്ത സ്ഥാപനങ്ങളെങ്കിലും ദൈവം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് നമുക്കറിയാം. God has set up at least 3 types ഈ of ഈ ഭൂമി institutions on this earth. ആ, ആ, 1 കുടുംബമാണ്, 2 ലോകത്തിലെ അധികാരങ്ങളാണ്, 3 സഭയാണ്. The first is the family life, the second is the authorities on the earth, and third is the church. നോക്കുക, ഈ 3 സ്ഥാപനങ്ങളും ദൈവമാണ് സ്ഥാപിച്ചത്. പക്ഷെ അതിൽ ഒന്നാമത് സ്ഥാപിച്ചത് ലോകത്തിലെ അധികാരങ്ങളല്ല, സഭയല്ല. ഒന്നാമത് സ്ഥാപിച്ചത് കുടുംബമാണ്. So even though all these 3 institutions were set up by God, but the first is not the authorities of the earth, it is not the church, it is the family life. കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം മൂന്നാമത് നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി വിവാഹത്തിലൂടെയാണ് നടപ്പാകുന്നത് എന്നതാണ്. And the third important aspect or factor about family life is that the purpose which God has for the world itself has its origin or is fulfilled through this family life. ഈ ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്തായിരുന്നു എന്ന് ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയും. We can see the purpose of God which he had for the world. Right in the book of Genesis chapter 1 we can see. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 28-ാമത്തെ വാക്യത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് നിങ്ങൾ പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി വാഴുവി. ഉൽപ്പത്തി 1:28. Genesis chapter 1 verse 28, God blessed them and God said to them, be fruitful and multiply and fill the earth and subdue and rule it. അതുപോലെ നോഹയുടെ കാലത്ത് ജലപ്രളയത്തിൽ ഈ ലോകത്തെ മുഴുവൻ നശിപ്പിച്ച ശേഷം നോഹയുടെയും കുഞ്ഞുങ്ങളോടും കൂടെ ദൈവം പറയുന്ന ഒരു വാക്യം ഉൽപ്പത്തി പുസ്തകം 9-ാം അധ്യായത്തിന്റെ 1-ൽ നമുക്ക് കാണാൻ കഴിയും. And after God destroying this whole world at the time of Noah, we can see God is telling to Noah and his children in Genesis chapter 9. 9-ന്റെ 1-ൽ കാണുന്നത് സന്താനപുഷ്ടി ഉള്ളവരായി പെരുകി ഭൂമിയിൽ നിറവി എന്നാണ്. Verse 1, be fruitful and multiply and fill the earth. അപ്പൊ കണ്ടോ, ദൈവത്തിന്റെ ഈ ഭൂമിയെ കുറിച്ചുള്ള ഈ ലോകത്തെ കുറിച്ചുള്ള പദ്ധതി എന്ന് പറയുന്നത് മനുഷ്യൻ ഇവിടെ പെരുകി നിറയണം എന്നുള്ളതാണ് ദൈവത്തിന്റെ പദ്ധതി. So the purpose of God which he has for the world is that man should be fruitful and multiply. ഈ നിലയില് മനുഷ്യൻ പെരുകി സന്താനപുഷ്ടിയുള്ളവരായി ഭൂമിയെ നിറയ്ക്കണമെന്നുണ്ടെങ്കിൽ അതിനുള്ള മാർഗം വിവാഹത്തിലൂടെയാണ്. അപ്പോ വിവാഹം പ്രധാനമാകുന്നതിന്റെ 3-ാമത്തെ കാരണം അതായിട്ട് നമുക്ക് പറയാം. So in order for this purpose to fulfill, to man to multiply and fill the earth, it is through the family life. And then therefore we can say the third important factor, this is the third important factor of family life. അടുത്ത ഒരു കാര്യം, ദൈവം സ്ഥാപിച്ച ബന്ധങ്ങളിലെ ഏറ്റവും ശക്തവും ഏറ്റവും അടിസ്ഥാനപരവുമായ ഭൂമിയിലെ ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം എന്നുള്ളതാണ്. And the most powerful and the foundational relationship which God has made on this earth is the relationship between husband and the wife. ഭാര്യാഭർത്തൃ ബന്ധത്തെ തുടർന്നാണ് അപ്പനും മക്കളും എന്നുള്ള ബന്ധവും അല്ലെങ്കിൽ അളിയന്മാരെന്നുള്ള ബന്ധവും അങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ അധിഷ്ഠിതമായിട്ടാണ് പിന്നീട് രൂപപ്പെട്ടു വരുന്നത്. And all the other relationship comes its form or has its shape from this relationship between husband and wife, whether it is the relationship between children and the parents or the relationship between in-laws and the husband and wife. അമ്മാവിയമ്മ, അമ്മാവിയപ്പൻ, അളിയൻ, ഇങ്ങനെയൊക്കെയുള്ള ബന്ധങ്ങളൊക്കെ വിവാഹത്തെ തുടർന്നാണ് രൂപപ്പെട്ടു വരുന്നത് എന്ന കാര്യം ഓർക്കുക. അടിസ്ഥാനപരമായ ബന്ധം അപ്പോൾ ഭാര്യാഭർത്തൃ ബന്ധമാണ്. So all other relationship comes into being
that is the relationship between father-in-law, mother-in-law, sister-in-law, brother-in-law, all has its foundation in this relationship between husband and wife. കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്ന അഞ്ചാമത്തെ കാര്യം നമ്മൾ നോക്കുക, ഈ കുടുംബത്തിലാണ് അടുത്ത തലമുറയുടെ, കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് എന്നതാണ്. The fifth important factor why the family life is important is because the next generation has its origin in family, or their character is being developed or molded in the family. അപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ നല്ല ഒരു കുടുംബജീവിതം ഇല്ലെങ്കിൽ അത് സത്യത്തിൽ ഭാവി തലമുറയോട് ചെയ്യുന്ന ഒരു ദ്രോഹമായിരിക്കും എന്ന് മനസ്സിലാക്കണം. So we need to understand that if there is no good relationship between husband and wife, then it is a harm that we are doing to the upcoming generation. കുട്ടികള് മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധത്തിലും ഒക്കെ വിള്ളല് വരും. എന്തുകൊണ്ടാ? ഈ അപ്പനും അമ്മയും നല്ല ബന്ധമല്ലെങ്കിൽ കുട്ടികളും ആ നിലയിൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങി ജീവിക്കാൻ കഴിയാതെ പോകും എന്ന കാര്യം ഓർക്കണം. If there is no good relationship between husband and wife, then there will be cracks or issues between the relation of children and the parents, because the children is seeing this relation between the father and husband and the wife. വീട്ടില് എല്ലാ കാര്യങ്ങളും കുട്ടികൾ ശ്രദ്ധിക്കും എന്നുള്ളത് കൊണ്ട് നമുക്കാർക്കും കുട്ടികളെ കളിപ്പിക്കാൻ ഒക്കുകയില്ല. We cannot fool our children because they are continuously observing us how we are living in our home. അതുകൊണ്ട് കുട്ടികളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് ഈ കുടുംബങ്ങളിലാണ്. അത് നന്നായിരിക്കണമെങ്കിൽ അപ്പനും അമ്മയും തമ്മിലുള്ള ബന്ധം നന്നായിരിക്കണം. Since the personality of our children is developed in our home, if their personality should be good, then the relationship between the husband and wife should be good in the home. അടുത്ത കുടുംബജീവിതത്തിന്റെ മറ്റൊരു പ്രാധാന്യം പറഞ്ഞ, കുടുംബജീവിതം നന്നായിരുന്നില്ലെങ്കിൽ അത് ജീവിതത്തിന്റെ എല്ലാ മേഖലയെയും, അതായത് എല്ലാ മേഖലയെന്ന് പറയുമ്പോൾ സെക്യുലർ ജീവിതം, ഓഫീസിലെ ജീവിതം, സഭയിലെ ജീവിതം, നമ്മുടെ ആത്മീയത, കുട്ടികളുടെ സ്വഭാവ രൂപീകരണം, ഇതിനെയൊക്കെ ബാധിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി കുടുംബജീവിതത്തിന്റെ ക്വാളിറ്റി നല്ലതായിരിക്കണം. So if our family life or the relationship between husband and wife is not good, then it will have an effect on all the other aspects of our life. For example, our secular life, our official life, our church life, the personality of our children, all of these will have an effect if our relationship at home between husband and wife is not good. ഭാര്യാഭർത്തൃ ബന്ധം നന്നായിരുന്നാൽ അത് ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ഒന്നാണ്. If the husband and wife relationship is well and good, then it will be a real blessing. നമുക്കറിയാമല്ലോ, ഏറ്റവും നല്ല സാധനം ചീത്തയായാലാണ് ആ വീട്ടിൽ പോലും കയറാനൊക്കാത്ത വലിയ ദുർഗന്ധം ഉണ്ടാകുന്നത്. We know that if even the very best thing, if it spoils or it becomes bad, then we cannot even enter that house. നമുക്കൊക്കെ ഭക്ഷണത്തിന് മീനോ ഇറച്ചിയോ ഒക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ഈ മീനും ഇറച്ചി അത് പഴകിപ്പോയാൽ അതിൽ നിന്നുണ്ടാകുന്ന ദുർഗന്ധം എത്ര വലുതായിരിക്കും. നല്ല സാധനം ചീത്തയായാൽ അതാണ് ഏറ്റവും വലിയ ദുർഗന്ധം ഉണ്ടാക്കുക. So we all love to have fish and chicken in our food. But even if this fish, the good thing that is the fish and chicken, if it get decayed and the foul smell starts emitting, then we cannot enter that house and see how the very good thing itself becomes so dirty that we cannot enter the house. ഏറ്റവും നല്ല സാധനം ചീത്തയായാൽ ഏറ്റവും കൂടുതൽ ദുർഗന്ധം ഉണ്ടാകുമെന്ന് പറഞ്ഞതുപോലെ ഏറ്റവും നല്ല ബന്ധമാണ് ഭാര്യാഭർത്തൃ ബന്ധം. അതിൽ വിള്ളലുണ്ടായാൽ അത് വലിയ ദുർഗന്ധം എല്ലായിടത്തും, സഭയിലും സമൂഹത്തിലും എല്ലാം അത് ഉണ്ടാക്കും എന്ന കാര്യം ഓർത്തിരിക്കണം. So just as we told that if the very good thing decays, it will give a very worst foul smell. In the same way, if our husband and
wife relationship, which is very good, if there is a crack or issue in that relationship, it will bring a great foul smell in the society and in the church and wherever we live. കുടുംബജീവിതത്തിൻ്റെ ഏഴാമത്തെ മറ്റൊരു പ്രാധാന്യം എന്ന് പറയുന്നത് കുടുംബജീവിതത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും ഉള്ള അവരുടെ റോള് അവർക്ക് ആരോടും വെച്ചു മാറാനൊക്കുകയില്ല എന്ന കാര്യമാണ്. The seventh important factor of family life is that the husband and wife, the specific role which they are playing in the family life, it cannot be replaced, or a substitute cannot take and do that function. നമ്മളൊരു ഓഫീസിൽ ജോലി ചെയ്യുകയാണെന്നിരിക്കട്ടെ. Let us imagine that we are working in an office. നമുക്ക് പെട്ടെന്ന് നല്ല സുഖമില്ലാതായി ഒരു മാസം അവധി എടുക്കുന്നു. All of a sudden we are getting sick and we cannot go to work for a month. അപ്പോൾ ആ ഒരു മാസത്തിനുള്ള അവധി അപേക്ഷ കൊടുക്കുമ്പോൾ നമ്മുടെ മേലധികാരി എന്ത് ചെയ്യും? നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന പണി മറ്റൊരാളെ ഏൽപ്പിക്കും, മറ്റൊരാൾ നമുക്ക് പകരം വന്ന് ആ ജോലി ചെയ്യും. So when we submit our leave application for a month to our superior, what does he do? He will allocate another substitute in our place who will come and do our job in our place. എന്നാൽ കുടുംബജീവിതത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ആ റോള് ഇതുപോലെ ഒരിക്കലും വേറൊരാൾക്ക് വെച്ചു മാറാനൊക്കുകയില്ല. But in family life, just as we heard in the office life, a substitute doing our work, no one can take or be a substitute in the place of husband or wife. ഭാര്യയും ഭർത്താവും അവർ വളരെ എക്സ്ക്ലൂസീവ് ആണ്. അവർക്ക് പകരം മറ്റൊരു അറേഞ്ച്മെന്റ് ചെയ്യാൻ ഒക്കുകയില്ല. The husband and wife both are exclusive and we cannot make an arrangement for any of them. ഭർത്താവായിരുന്നു കാർ ഓടിച്ചുകൊണ്ട് പൊക്കോണ്ടിരുന്നതെന്ന് ഇരിക്കട്ടെ, അദ്ദേഹത്തിന് സുഖമില്ലാതെ വന്ന ഒരു ഡ്രൈവറെ വെക്കാം. Okay, let us imagine that the husband was driving the car, and if he is getting sick, okay, we can keep a driver for driving the car. എന്നാൽ അദ്ദേഹത്തിന് സുഖമില്ലാതെ വന്നാൽ ഭർത്താവിന്റെ റോള് മറ്റൊരാളെ ഏൽപ്പിക്കാൻ ഒക്കുകയില്ല. But when he is becoming sick, we cannot give his role, husband's role, to another person. ഇതുപോലെയാണ് ഭാര്യയുടെ റോളും അവൾക്ക് വെച്ച് മാറാനൊക്കുകയില്ല. In the same way, the wife's role also, we cannot give or make a substitute do her job. പ്രിയപ്പെട്ടവരെ, നമ്മൾ പല കാര്യങ്ങൾ, കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം, പല കാര്യങ്ങൾ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ അതൊന്ന് അക്കമിട്ടൊന്ന് പറയുകയായിരുന്നു. Beloved, all these things we already know, but I was just mentioning them one by one. നമ്മൾ പറഞ്ഞു കുടുംബജീവിതം പ്രധാനമാണ്, കാരണം ദൈവമാണ് അതിന്റെ സ്ഥാപകൻ. We told that the family life is very important because God is the founder of this relationship. ദൈവം സ്ഥാപിച്ച 3 സ്ഥാപനങ്ങളിൽ ഒന്നാമത്തെ സ്ഥാപനം എന്ന് പറയുന്നത് കുടുംബമാണ് എന്ന് നമ്മൾ രണ്ടാമതായിട്ട് പറഞ്ഞു. And secondly, we heard that of the 3 institutions which God had set up, family life is the first one. ലോകത്തെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഇവിടെ മനുഷ്യരാൽ നിറയണമെന്നുള്ളതാണ്. അത് നടപ്പാകുന്നത് വിവാഹത്തിലൂടെയാണ് എന്ന് നമ്മൾ മൂന്നാമതായിട്ട് പറഞ്ഞു. And the third thing which we said was that the purpose which God has for the mankind is to become fruitful and multiply, and we saw that this begins in the family life. ദൈവം സ്ഥാപിച്ച ബന്ധങ്ങളിൽ ഏറ്റവും ശക്തവും അതുപോലെ തന്നെ ഏറ്റവും അടിസ്ഥാനപരവും ഭാര്യാഭർത്തൃ ബന്ധമാണ്. അതിൽ നിന്നാണ് പിന്നീട് ഇൻലോസ് ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ഭാര്യാഭർത്തൃ ബന്ധം ഏറ്റവും പ്രധാനമാണെന്ന് നമ്മൾ പിന്നീട് പറഞ്ഞു. And we also said that the most powerful and the foundational relationship which God created was the relationship between husband and wife, and all other relationship comes into its being, that is in-laws, everything from this foundational relationship. അതുപോലെ തന്നെ കുഞ്ഞുങ്ങളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് കുടുംബങ്ങളിലാണ്. അതുകൊണ്ട് വരാൻ പോകുന്ന തലമുറ നന്നായിരിക്കണമെങ്കിൽ കുടുംബം നന്നായിരിക്കണം, ഭാര്യാഭർത്തൃ ബന്ധം നന്നായിരിക്കണം. അത് ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് നമ്മൾ അഞ്ചാമതായിട്ട് പറഞ്ഞത്. And the fifth thing which we heard was that, since the personality of the next generation or the children forms in the family, and therefore in order to bring up a new or a good generation, then the relationship between the husband and wife should be good. That's what we heard. നമ്മൾ പിന്നീട് പറഞ്ഞത്
ഒരു നല്ല സാധനമാണ്, അത് ചീത്തയായാലാണ് ഏറ്റവും വലിയ ദുർഗന്ധം ഉണ്ടാകുന്നത്. കുടുംബജീവിതത്തിൽ ആ ബന്ധത്തിൽ എന്തെങ്കിലും വിള്ളൽ വന്നാൽ അത് സമൂഹത്തിലും സഭയിലും അവർ ജോലി ചെയ്യുന്ന സ്ഥലത്തും എല്ലാം ആ ദുർഗന്ധം പരക്കും. അതുകൊണ്ട് കുടുംബജീവിതം വളരെ പ്രധാനമാണ് എന്ന് നമ്മൾ തുടർന്ന് പറഞ്ഞു. And the sixth thing which we heard was that, as we heard, that if the very good thing it become decayed, it will give the very worst foul smell. In the same way, the good relationship which the husband and wife, if it is not there, then that foul smell will spread in wherever they go, in the society, in the church, and all other places. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു കാര്യമെന്ന് പറയുന്നത്, ഏത് ജോലിയും നമുക്ക് മറ്റൊരാൾക്ക് വേണമെങ്കിൽ നമുക്ക് സുഖമില്ലെങ്കിൽ വെച്ച് മാറാം. പക്ഷേ ഭാര്യാഭർത്തൃ ബന്ധം മാത്രം ആ നിലയിൽ മറ്റൊരാൾക്ക് ആ റോൾ ഏൽപ്പിച്ചു കൊടുക്കാൻ ഒക്കുകയില്ല, വെച്ച് മാറാൻ ഒക്കുകയില്ല. അത് കുടുംബജീവിതത്തിന്റെ ഭാര്യാഭർത്തൃ ബന്ധത്തിന്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നാണ് നമ്മൾ പറഞ്ഞത്. And the next thing we saw that the specific role that husband and wife is having in a family, that cannot be replaced with anyone, with any substitute, just like in our office, then that shows how important the family life is. നോക്കുക, നമുക്ക് പിന്നെയും പല കാര്യങ്ങൾ വേണമെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ട് കഴിയും. And we can also say many other things in relation to what we heard. അതായത് ബൈബിൾ അനുസരിച്ച് ദൈവവും കർത്താവും സഭയും തമ്മിലുള്ള ബന്ധത്തെ പ്രതിനിധാനം ചെയ്യുന്നതാണ് കുടുംബജീവിതം. അപ്പോൾ വിശ്വാസികളായ നമ്മുടെ കുടുംബജീവിതം ശരിയല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ മിസ്റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എന്ന കാര്യം ഓർത്തിരിക്കണം. So we should remember that because the relationship between Jesus and the church, that is shown as a relationship between husband and wife, and if our husband and wife relationship is not good or right with each other, then we will not be representing a good picture of the church and the Christ, or we will be misrepresenting the relationship between Jesus and the church. എഫേസ്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 31-32 വാക്യങ്ങൾ നോക്കുക, നമുക്കറിയാവുന്ന വാക്യങ്ങളാണ്. Ephesians chapter 5 verse 31 and 32. Let's turn to these verses which we already know. ഒരു മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഞാൻ ക്രിസ്തുവിനെയും സഭയെയും ഉദ്ദേശിച്ചത്രേ പറയുന്നത്. കണ്ടോ, ഭാര്യാഭർത്തൃ ബന്ധം ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെയാണ് പ്രതിനിധാനം ചെയ്യുന്നത്. അപ്പോൾ അത് ശരിയല്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ സമൂഹത്തിന്റെ മുമ്പാകെ മിസ്റെപ്രസെന്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ ഉത്തരവാദിത്വം നമുക്കുണ്ട്. Ephesians chapter 5 verse 31-32. For this reason a man shall leave his father and mother and shall be joined to his wife, and the two shall become one flesh. This mystery is great, but I am speaking with reference to Christ and the church. See, the relationship between husband and wife is compared to the relationship between Jesus and the church. So if we are not having a good, right relationship with our husband and wife, then we'll be giving a false picture or misrepresenting the relationship between Jesus and Christ to the society, Jesus and the church to the society. പ്രിയപ്പെട്ടവരെ, നമ്മള് മത്തായി എഴുതിയ സുവിശേഷം 19:5 മുമ്പേ വായിച്ചു. Beloved, we read from Matthew's Gospel chapter 19 verse 5. അവിടെ നമ്മൾ കാണുന്നത് എന്താ? മറ്റ് ബന്ധങ്ങളെ വിടുക, നിങ്ങൾ അന്യോന്യം പറ്റിച്ചേരുക, ഒന്നാകുക. ഇതെല്ലാമാണ് നമ്മൾ അവിടെ കാണുന്നത്. Matthew chapter 19 verse 5. For this reason a man shall leave his father and mother and be joined to his wife, and the two shall become one flesh. ഈ നിലയിലെ ഏറ്റവും അടുത്ത കമ്മിറ്റ്മെന്റ് ഭാര്യയും ഭർത്താവും തമ്മിലാണ്. So when we see this, we find that the most important commitment that we should have is between husband and the wife. ആ കമ്മിറ്റ്മെന്റിന് മാറ്റമുണ്ടായി. ഇപ്പൊ കുഞ്ഞുങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോ ഭാര്യയുടെ ഭർത്താവിനോടുള്ള ബന്ധത്തെക്കാളും അമ്മയെന്നുള്ള നിലയിൽ
അവള് ആ കാര്യത്തിനാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്താൽ അത് ശരിയായ ഒരു കാര്യമല്ല. So in the family, when the husband and wife they are having children, and further on, if the wife she is giving more commitment or importance to the role of a mother than the role of a wife, then it is not right. കഴിഞ്ഞൊരു ദിവസം ഒരു കുടുംബത്തില് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചില ബന്ധങ്ങള് അകത്തെ ചില അസ്വാരസ്യങ്ങളെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. In the past few days, we were discussing about some issues there is in between a husband and a wife in a family. സഭയിലുള്ള ഭാര്യയും ഭർത്താവുമാണ്. And this family, the husband and wife, is in the church. പക്ഷേ അവരുടെ കുടുംബജീവിതത്തിലെ ചില അസ്വാരസ്യങ്ങൾ വന്നു. But there was some issues in their family life. സംസാരിച്ചു വന്നപ്പോ അവർക്ക് ആകെപ്പാടെ ഒരൊറ്റ കുട്ടിയേ ഉള്ളൂ, ഒരൊറ്റ കുഞ്ഞേ ഉള്ളൂ. And after talking for some time, and this, it was understood that they were having only one child. അപ്പോ ഈ കുഞ്ഞിന് ഇത്തിരി അവന് ഹൈസ്കൂൾ ക്ലാസ്സിലൊക്കെ ആയി എങ്കിലും ഈ അമ്മയ്ക്കും ഈ മോനോടുള്ള ആ വലിയ അവനെ രാത്രിയിൽ അവന് നന്നായിട്ട് ഉറങ്ങണം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങൾ സംസാരിച്ചപ്പോൾ മനസ്സിലായി ഈ അമ്മ വളരെ നാളുകളായിട്ട് മകനോടൊപ്പം അവന്റെ മുറിയിലാണ് ഉറങ്ങുന്നത്, ഭർത്താവ് ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ മുറിയിൽ ഉറങ്ങുന്നു. And this child, even though he is in a high school, this mother is so much concerned that the son should sleep very well at night. And after talking for some time, we understood that the mother, she was sleeping in the same room where the son slept and not with the husband. കണ്ടോ, ഭാര്യയും ഭർത്താവും ഇപ്പൊ രണ്ട് മുറിയിലാ ഉറങ്ങുന്നത്. എന്താ, അതിന് തെറ്റായ ഒരു ചിന്തയിലല്ല, കുഞ്ഞിനെയാണ് കൂടുതൽ പ്രാധാന്യം, അതുകൊണ്ട് കുഞ്ഞിനോടൊപ്പം ഞാൻ ഉറങ്ങാൻ പോവുകയാണെന്ന് പറഞ്ഞ് ഭാര്യ വളരെ വർഷങ്ങളായിട്ട് മറ്റൊരു മുറിയിൽ ഉറങ്ങും. See, now husband and wife, they are sleeping in two different rooms. We're not telling that something wrong is there, but see the most commitment which the wife is having, or the concern which the wife is having, is towards her son. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞു വന്നത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള അതാണ് ഒന്നാമത്തെ ഫസ്റ്റ് കമ്മിറ്റ്മെന്റ്. അത് കഴിഞ്ഞിട്ട് കുട്ടികളായാലും ബന്ധുക്കളായാലും അളിയന്മാരായാലും മറ്റ് പെങ്ങളായാലും ഇങ്ങനെയൊക്കെയുള്ള മറ്റ് ബന്ധങ്ങളൊക്കെ അതിന് ശേഷമേ ആകാവൂ എന്ന കാര്യം ഓർത്തിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ നമ്മൾ ദൈവം ആ കുടുംബജീവിതത്തിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കിയതിന് വിപരീതമായിട്ട് നമ്മൾ ജീവിതം കൊണ്ട് ഒരു തെറ്റായ മാതൃക കാണിക്കുകയായിരിക്കും ചെയ്യുന്നത്. ഇതാണ് പറഞ്ഞത്. So we should remember that the most important relationship is the relationship between husband and wife, and all other relationships are secondary, whether it be the relationship with the children or with the relatives or in-laws, whatever it is, it should be secondary, and the relationship between husband and wife should be first. And if it is not like that, then we are living a life which is contrary to what God has established, and we are living a life which is away from the purpose of God. പ്രിയപ്പെട്ടവരെ, കുടുംബജീവിതത്തിന്റെ മറ്റൊരു പ്രാധാന്യം നമുക്ക് പറയാവുന്നത്, അതായത് കുടുംബത്തെ നന്നായിട്ട് നോക്കുന്ന ഒരാൾക്ക് മാത്രമേ, അയാള് നന്നായി പരിപാലിക്കുമ്പോൾ മാത്രമാണ് അദ്ദേഹത്തിന്റെ ക്രിസ്തീയ നേതൃത്വത്തിനുള്ള ഒരു യോഗ്യതയുള്ളൂ എന്നാണ് ബൈബിള് പറയുന്നത്. And the next thing is that the word of God tells that only a person who looks after his family very well, then only he will have authority in Christian life or spiritual matters. 1 തീമോഥെയോസ് 3-4-5 വാക്യങ്ങൾ നോക്കുക. 1 തീമോഥെയോസ് 3 വാക്യങ്ങൾ. Let's turn to 1 Timothy chapter 3 verse 4 and 5. എന്നാൽ അധ്യക്ഷൻ, അതായത് സഭയിലെ ആ നിലയിൽ ഉത്തരവാദിത്തപ്പെട്ട ആള് സ്വന്തം കുടുംബത്തെ നന്നായി ഭരിക്കുന്നവനും മക്കളെ പൂർണ്ണ ഗൗരവത്തോടെ അനുസരണത്തിൽ പാലിക്കുന്നവനുമായിരിക്കണം. സ്വന്തം കുടുംബത്തെ ഭരിപ്പാൻ അറിയാത്തവൻ സഭയെ എങ്ങനെ പരിപാലിക്കും എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. 1 Timothy chapter 3 verse 4 and 5. He must be one who manages his own household well,
keeping his children under control with all dignity. But if a man does not know how to manage his own household, how will he take care of the church of God? 1 തീമോഥെയോസ് 5:4 ഇതേ കാര്യമൊക്കെയാണ് പറയുന്നത്. നമ്മൾ സമയചുരുക്കം കൊണ്ട് വായിക്കുന്നില്ല. 1 തീമോഥെയോസ് 5:4. And the same thing is mentioned in 1 Timothy chapter 5 verse 4. അപ്പൊ നമ്മൾ പറഞ്ഞു പോകുന്നത് ക്രിസ്തീയ നേതൃത്വത്തിനുള്ള ഒരു യോഗ്യത കുടുംബത്തെ നന്നായി പരിപാലിക്കണം എന്നുള്ളതാണ്. ഇത് കുടുംബത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു ദൈവവചനത്തിൽ. And then what we was seeing was this, that in order to have a leadership a quality in the church, first of all, this person should have or know how to manage his family well. നമ്മള് മറ്റൊരു കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം ദൈവവചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, കുടുംബജീവിതത്തിൽ ഒരാൾ വിശ്വസ്തനല്ലെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ ലഭിക്കും എന്നുള്ളത് ബൈബിള് വ്യക്തമാക്കുന്നു. ഇത് കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. The next important thing we see from the word of God is that if any one person in the family, husband or wife, is not faithful, then they will be a vessel to receive God's wrath. That is what we see in the word of God. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം 4-ാമത്തെ വാക്യം നോക്കുക. Hebrews chapter 13 verse 4. നമുക്ക് എല്ലാവർക്കും പരിചിതമായ വാക്യമാണ്. അതിന്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്: വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ, എന്നാൽ ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും, ദൈവം ശിക്ഷിക്കും എന്നാണ് നമ്മൾ അവിടെ കാണുന്നത്. These are very well known verses for us, but it says in Hebrews chapter 13 verse 4, marriage is to be held in honor among all, and the marriage bed is to be undefiled. For fornicators and adulterers God will judge. ഈ ദുർനടപ്പെന്ന് പറഞ്ഞാൽ വിവാഹത്തിന് മുമ്പുള്ള തെറ്റായ ബന്ധത്തെയാണ് ഫോർണിക്കേഷൻ, ദുർനടപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. When we see the word fornicators, it is in relation to a bad life which we had before getting married. വിവാഹത്തിന് ശേഷമുള്ള തെറ്റായ ബന്ധമാണ് വ്യഭിചാരം, അഡൽട്ടറി. And adultery means a bad life which we are living after we had marriage. കണ്ടോ, ദുർനടപ്പുകാരെയും വ്യഭിചാരികളെയും ദൈവം വിധിക്കും എന്ന് പറയുമ്പോ കുടുംബജീവിതത്തിലെ വിശ്വസ്തത ദൈവം എത്ര പ്രധാനമായിട്ട് കാണുന്നു. അത് കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത്തിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്. So when it says fornicators and adulterers God will judge, doesn't it show that how seriously God takes the relationship between husband and wife? പ്രിയപ്പെട്ടവരെ, നമ്മൾ അതുപോലെ സദൃശ്യവാക്യം 6:29 നമ്മൾ ഈ കാര്യങ്ങൾ കാണുന്നുണ്ട്. The same way we see the similar thing in Proverbs chapter 6 verse 29. കൂട്ടുകാരന്റെ ഭാര്യയുടെ അടുക്കൽ ചെല്ലുന്നവന് ശിക്ഷ വരാതിരിക്കേയില്ല. Proverbs chapter 6 verse 29, it says, so is the one who goes into his neighbor's wife, whoever touches her will not go unpunished. കണ്ടോ, അപ്പൊ കുടുംബജീവിതത്തിന് ദൈവം കൊടുക്കുന്ന പ്രാധാന്യം എത്ര വലുതാണ്. See how great importance God is giving to family life. നമ്മള് കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ചാണ് ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നത്. We were telling many things about the importance of family life. ഇനിയും വേണമെങ്കിൽ പല കാര്യങ്ങൾ പറയാൻ കഴിയും. And we can also say many more things in relation to this topic of having importance of family life. പറഞ്ഞത് ഇത് പ്രധാനമായതിന് കാരണം എന്താ? ദൈവം സ്ഥാപിച്ചതാണ്. What is the reason why this is very important? It is because God himself established it. ദൈവം സ്ഥാപിച്ച ഒന്നാമത്തെ സ്ഥാപനമാണിത്. And this is the first institution which God set up. ഈ ലോകത്തില് മനുഷ്യര് പെരുകണം എന്നുള്ള ദൈവിക പദ്ധതി ഈ കുടുംബജീവിതത്തിലൂടെയാണ്, വിവാഹത്തിലൂടെയാണ് നടപ്പാകുന്നത്. It is through marriage that the purpose of God that they should multiply and fill the earth which comes into its effect. ദൈവം സ്ഥാപിച്ച ബന്ധങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരവും ശക്തവും ഭാര്യാഭർത്തൃ ബന്ധമാണ്.
And the most powerful and foundational relationship which God has made is the relationship between husband and wife. കുട്ടികളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്, അടുത്ത തലമുറയുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത് കുടുംബജീവിതത്തിലാണ്. ഇത് കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. The personality of the children that is developed in the home or family, and that is the personality of the next generation. കുടുംബ ജീവിതത്തിന്റെ ആ നിലയിലുള്ള ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയാൽ അത് കൂടുതൽ സമൂഹത്തിൽ എല്ലായിടത്തും ദുർഗന്ധമുണ്ടാക്കും എന്നതും കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു എന്ന് പറഞ്ഞു. And we heard that if the quality of that family life, if it's getting decayed or becoming foul, that foul smell will spread to all the society. That's what we heard. ഭാര്യയുടെ ഭർത്താവിന്റെ റോള് മറ്റൊരാൾക്ക് വെച്ചു മാറാനൊക്കെ ഇല്ല, അതും അതിന്റെ പ്രാധാന്യത്തെ കാണിക്കുന്നു എന്ന് പറഞ്ഞു. And we heard that, that role of husband and wife cannot be substituted, and that shows the importance of family life. ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ, കുടുംബജീവിതം ഭാര്യാഭർത്തൃ ബന്ധം ശരിയല്ലെങ്കിൽ അതിലൂടെ തെറ്റായി ചിത്രീകരിക്കുകയാണ്. ഇതും കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു എന്ന് നമ്മളിപ്പോൾ പറഞ്ഞു. And we saw that because the husband and wife relationship that is compared to the relationship of Jesus and the church, and if the husband and wife relationship is not good, then we are misrepresenting the relationship between Jesus and church in the society. ഈ ഭാര്യയും ഭർത്താവിനെയും തമ്മിൽ അകറ്റാൻ അടുത്ത ബന്ധുക്കൾ ശ്രമിച്ചാലും അതിന് വഴിപ്പെടരുത്. കാര്യം ഫസ്റ്റ് കമ്മിറ്റ്മെന്റ് ഭാര്യയും ഭർത്താവും തമ്മിലാണ്, മറ്റ് ബന്ധങ്ങളൊക്കെ അതിനപ്പുറത്താണ് എന്ന് നമ്മൾ ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ കണ്ടു. And we saw, based on the word of God, that if any relatives or in-laws try to separate you from the relationship of husband and wife, we should not allow that, because God has kept this relationship as the most important one. നല്ല ഒരു കുടുംബജീവിതം നയിക്കുന്ന ആളിനെ മാത്രമേ സഭയിലെ ഉത്തരവാദിത്വവും നേതൃത്വവും ഏൽപ്പിക്കാൻ പാടുള്ളൂ എന്ന നിബന്ധനയും കുടുംബജീവിതത്തിന്റെ പ്രാധാന്യത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്ന് നമ്മൾ കണ്ടു. And we saw that the condition for entrusting the responsibility of leadership to a person, that depends on his ability to lead his family, and that shows the importance of family life. ഒടുവിലായിട്ട് നമ്മളിപ്പോ പറഞ്ഞത്, കുടുംബജീവിതത്തിൽ വിശ്വസ്തരല്ലെങ്കിൽ ദൈവം അവരെ ശിക്ഷിക്കും, ശിക്ഷിക്കാതെ വിടുകയില്ല എന്നുള്ളത് കുടുംബജീവിതത്തിന് ദൈവം എത്രത്തോളം പ്രാധാന്യം നൽകുന്നു എന്നതിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് എന്നാണ് പറഞ്ഞത്. And lastly, we heard that if the husband or wife, they are not faithful to each other in family life, the word of God says that God will judge them and they will not go unpunished, and therefore it shows how seriously God takes this relationship between husband and wife. അതുകൊണ്ട് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഒരു നല്ല കുടുംബജീവിതം ഉണ്ടാകണം. ഭാര്യാഭർത്തൃ ബന്ധം, അപ്പൻ മക്കൾ ബന്ധം, ഇതെല്ലാം ഏറ്റവും നന്നായിരിക്കണം. ഇതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. So considering all this, God desires that there should be a good relationship between husband and wife, and the parents and the children. റോമർ 15:7 പറയുന്നു, എന്ത് പറയുന്നു? അവര് അന്യോന്യം എന്ത് വേണം? അംഗീകരിക്കണം. അത് ഭാര്യയെ ഭർത്താവിനെ സംബന്ധിച്ച് ശരിയാണ്. ക്രിസ്തു നിങ്ങളെ കൈക്കൊണ്ടതുപോലെ നിങ്ങളും അന്യോന്യം കൈക്കൊള്ളുക. ഏറ്റവും അടുത്ത ബന്ധം ഭാര്യാഭർത്തൃ ബന്ധമായതുകൊണ്ട് ഭാര്യയും ഭർത്താവും അന്യോന്യം അക്സെപ്റ്റ് ചെയ്യണം എന്നുള്ളത് ആ കുടുംബജീവിതം നന്നായി പോകാനുള്ള ഒരു കാരണമായിട്ട്, അതിനുള്ള ഒരു വഴിയായിട്ട് നമുക്ക് അവിടെ നിന്ന് എടുക്കാനായിട്ടൊക്കും. റോമർ 15:7. In Romans chapter 15 verse 7, it says, therefore accept one another just as Christ also accepted us to the glory of God. Therefore, because the word of God says that Jesus accepted us, just as Christ accepted us, in the same way we should accept one another. Husband and wife should accept one another. ഇവിടെ സമൂഹത്തിലെ അന്യോന്യമുള്ള ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്, അന്യോന്യം കൈക്കൊള്ളുന്നതാണ് പറയുന്നത്. പക്ഷെ സമൂഹത്തിലുള്ള അന്യോന്യമുള്ള ബന്ധത്തിൽ ഏറ്റവും ശക്തവും ഏറ്റവും പ്രാഥമികമായതും ഭാര്യാഭർത്തൃ ബന്ധമായതുകൊണ്ട് ഇത് ഭാര്യാഭർത്തൃ ബന്ധത്തിനും ബാധകമാണ് എന്നാണ് നമ്മൾ പറഞ്ഞത്. Here it specifically says about the acceptance of one another in the society, but because the acceptance of one another in the society has its root in the acceptance of one another between the husband and wife, therefore we say this is important. പ്രിയപ്പെട്ടവരെ,
കുടുംബജീവിതം ആരംഭിച്ച് വർഷങ്ങൾ കഴിഞ്ഞിട്ടും അവളെ ഭാര്യയായിട്ടോ അദ്ദേഹത്തെ ഭർത്താവായിട്ടോ ഹൃദയം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യാത്ത പലരും ഉണ്ടെന്നുള്ളത് എത്ര ദുഃഖകരമാണ്. Beloved, how sad it is that even after getting married and after living for several years, the husband has not accepted wife in his heart, or the wife has not accepted husband in her heart. ഓ അതുപോലെ തന്നെ കുടുംബജീവിതം നന്നായി പോകാൻ നമുക്ക് ഇതുപോലെ തന്നെ ഒരു വാക്യം റോമർ 15-ന്റെ 1-2 നമുക്ക് കാണാനൊക്കും. അവിടെ നമ്മൾ കാണുന്നത്, എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ ചുമക്കുകയും നമ്മിൽ തന്നെ പ്രസാദിക്കാതിരിക്കുകയും വേണം. നമ്മിൽ ഓരോരുത്തൻ കൂട്ടുകാരനെ നന്മയ്ക്കായിട്ട് ആത്മീക വർധനയ്ക്ക് വേണ്ടി പ്രസാദിപ്പിക്കണം എന്നവിടെ കാണുന്നതും കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് എടുക്കാനായിട്ട് കഴിയും. So in order to build up our family life, we can see these two verses in Romans chapter 15, verse 1 and 2. Now we who are strong ought to bear the weakness of those without strength and not just please ourselves. Each of us is to please his neighbor for his good, to his edification. We can take these two verses in relation to our family life. ഇത് സമൂഹത്തിലുള്ള സഭയിലുള്ള അന്യോന്യ ബന്ധത്തെക്കുറിച്ചാണ് പറയുന്നത്. എങ്കിലും ആ ബന്ധങ്ങളിൽ ഏറ്റവും പ്രാഥമികമായതും ഒന്നാമത്തേതും കുടുംബജീവിതമായതുകൊണ്ട്, ഭാര്യാഭർത്തൃ ബന്ധമായതുകൊണ്ട് ഭാര്യയും ഭർത്താവും അന്യോന്യം പ്രസാദിപ്പിക്കുകയും അന്യോന്യം സേവിക്കുകയും ചെയ്താൽ ആ കുടുംബജീവിതം അനുഗ്രഹീതമായി തീരും എന്നാണ് നമുക്ക് അവിടെ നിന്ന് എടുക്കാനൊക്കുന്നത്. This is specifically said in relation to the relationship between the brothers and sisters in the church, but because the most important relationship is the relationship between husband and wife, and from there the relation between the brothers and sisters comes in the church, we can say that these two verses we can take for our family life. അപ്പോൾ റോമർ 15-ൽ നിന്ന് നമ്മൾ പറഞ്ഞ കാര്യങ്ങള് എന്താ? അവര് അന്യോന്യം കൈക്കൊള്ളണം, അന്യോന്യം സേവിക്കണം, അന്യോന്യം പ്രസാദിപ്പിക്കണം. ഇതാണ് നമ്മൾ റോമർ 15-ൽ നിന്ന് 2 വാക്യങ്ങൾ പറഞ്ഞത്. So in Romans chapter 15, the two verses, what we got from those two verses is that husband and wife should accept one another, should serve one another, and please one another. അതുപോലെ തന്നെ നമുക്കറിയാം ഭാര്യാഭർത്തൃ ബന്ധത്തിൽ എന്ത് വേണം? അവർ അന്യോന്യം സ്നേഹിക്കണം, ജീവിത പങ്കാളിയെ സ്നേഹിക്കണം. എഫേസ്യർ 5-ാം അധ്യായത്തിലൊക്കെ നമ്മൾ ആ കാര്യങ്ങൾ കാണുന്നുണ്ട്. In Ephesians chapter 5 also we see this, that the most important thing, another factor is that the husband and wife should love each other. അതുപോലെ തന്നെ എന്തെങ്കിലും നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്, ഈ കാര്യങ്ങളൊക്കെ നമുക്കറിയാമെങ്കിലും എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നാൽ അന്യോന്യം ക്ഷമിക്കണമെന്നും കൊലോസ്യർ 3:13 നമ്മളോട് പറയും. And because even though we are hearing all this, but still if we hurt, or if we hurt one another, we should immediately ask forgiveness. That is what it says in Colossians chapter 3 verse 13. പ്രിയപ്പെട്ടവരെ, നമ്മൾ പറഞ്ഞത് എന്താ? നമ്മൾ പറഞ്ഞത് കുടുംബജീവിതം വളരെ പ്രധാനപ്പെട്ട ഒന്നാണെന്നാണ് നമ്മൾ പറഞ്ഞത്. Beloved, what were we talking about? We were talking about family life that is very important. അതിന് 10-11 കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. And we said about 10 or 11 reasons why is it important. അങ്ങനെ ആ കുടുംബജീവിതത്തിന്റെ പ്രാധാന്യം കണ്ടാൽ നമ്മളായിരിക്കുന്ന കുടുംബജീവിതം ഭംഗിയാക്കാൻ നമ്മൾ എടുക്കേണ്ട ചില നിലപാടുകളെ കുറിച്ചാണ് ഇപ്പോൾ പറഞ്ഞത്. And if we see that in its real sense, then we heard some stand which we have to take in order to make our family life better. അതിനുവേണ്ടി എന്താ വേണ്ടത്? അന്യോന്യം അംഗീകരിക്കണം. So what should we do for that? We should accept one another. ദൈവമാണ് കുടുംബത്തിൽ നമുക്ക് ഭാര്യയെയും ഭർത്താവിനെയും തന്നത്, അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ തന്നത്. God is the one who gave husband to the wife, or wife to the husband, or the children to the parents. അവരെ നമ്മൾ ദൈവം എനിക്ക് തന്നതായിട്ട് അംഗീകരിക്കണം. So we should accept them as God himself has given us. അവരെ മറ്റൊരാളുമായിട്ട് താരതമ്യം ചെയ്ത് നമ്മൾ അംഗീകരിക്കാതിരിക്കരുത്. We should never compare them
with any other person, and we should not have this attitude of not accepting them. ചിലപ്പോ നമുക്ക് നമ്മുടെ കുടുംബത്തിൽ നമുക്ക് തന്ന നമ്മുടെ മകന് ഒരുപക്ഷെ പഠിക്കാൻ അത്ര മിടുക്കനായിരിക്കില്ല, അടുത്ത വീട്ടിലെ കുട്ടിയായിരിക്കും വളരെ ഒന്നാം റാങ്ക് കിട്ടി നല്ല മിടുക്കനായിട്ട് പഠിക്കുന്നത്. Maybe the children which God gave us may not be that much brilliant. He may be little slow or not that studious. The neighbor's child will be the one who's getting first rank. നമുക്ക് കിട്ടിയ നമ്മുടെ കുഞ്ഞിനെ അവന്റെ എല്ലാ പരിമിതികളോടും കൂടെ അംഗീകരിക്കണം. എൻ്റെ മകനാണ്, ദൈവം തൻ്റെ സർവജ്ഞതയിൽ എനിക്ക് തന്നതാണ് എന്ന അംഗീകാരം നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ ആ പിതൃപുത്ര ബന്ധം വഷളായി പോകും. We should accept our children or our son with all the weakness or fault in him. We should accept him that as God in all wisdom has given this son to me, otherwise my relationship with my son will not be well. അതുപോലെ നമ്മൾ പറഞ്ഞത് നമ്മളെ അന്യോന്യം സേവിക്കുകയാണ് വേണ്ടത്, അല്ലാതെ കുടുംബത്തിൽ നിന്ന് എനിക്കെന്തോ കിട്ടുമെന്നല്ല വേണ്ടത്. എനിക്ക് എൻ്റെ പങ്കാളിയെ എങ്ങനെ സേവിക്കാം, എനിക്ക് ആ ആളിനെ എങ്ങനെ പ്രസാദിപ്പിക്കാം, ഇതാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു. And we also heard that in the family life, we should have this attitude of serving each other, not what I can get from the other person, but how can I serve and please my partner. അതുപോലെ ജീവിത പങ്കാളിയെയും കുടുംബത്തിലുള്ളവരെയും സ്നേഹിക്കാനുള്ള ഉത്തരവാദിത്വം, അതിനെക്കുറിച്ച് എഫേസ്യ ലേഖനം 5 എത്രയോ വിശദമായിട്ട് നമ്മൾ വായിക്കാറുണ്ട്. നമ്മൾ വിവാഹ നടക്കുന്ന സന്ദർഭങ്ങളിൽ അതിനെക്കുറിച്ചൊക്കെ ധാരാളം കേട്ടിട്ടുണ്ട്. അന്യോന്യം സ്നേഹിക്കുക. And also the next factor, about love, how important it is to love our life partner, as it says in Ephesians chapter 5 in very detail. It's given there, and also during the wedding ceremony we take that portion and read. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു, നമുക്കിതൊക്കെ അറിയാമെങ്കിലും നമ്മൾ മനുഷ്യരായതുകൊണ്ട് ചിലപ്പോ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ നമുക്ക് ചില തെറ്റുകൾ വരാം. And we also told or heard that because we are humans, definitely while we are living on this earth, we can commit mistakes. നമ്മളത് തെറ്റുകൾ ചെയ്യാനുള്ള ഒരു ലൈസൻസ് ആയിട്ട് പറയുകയല്ല, പക്ഷെ യാഥാർത്ഥ്യബോധത്തോടെ നമ്മൾ നമ്മുടെ ഭൂമിയിലെ ജീവിതത്തെ കണ്ടാൽ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാമെങ്കിലും ചിലപ്പോഴും നമുക്ക് തെറ്റുകൾ വരും, നമ്മുടെ ജീവിത പങ്കാളിക്ക് തെറ്റുകൾ വരും. We are not telling this to take this as a license to do sin or commit mistakes, but in reality, if we think about real life, definitely even though we hear all these things, we can commit mistakes in relation to husband and wife. പ്രിയപ്പെട്ടവരെ, ഈ യാഥാർത്ഥ്യബോധത്തോടെ ഈ കാര്യത്തെ സമീപിച്ചാൽ ദൈവവചനം പറയുന്നു, കൊലോസ്യർ 3:13 പറയുന്നു, തമ്മിൽ ക്ഷമിക്കുക, കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവീൻ എന്ന് കൊലോസ്യർ 3:13 നമ്മളോട് പറയുന്നു. പ്രിയപ്പെട്ടവരെ, തെറ്റുകൾ വരാം, അത് ക്ഷമിക്കുക, മാപ്പ് കൊടുക്കുക, മാപ്പ് ചോദിക്കുക. ഇത് കുടുംബജീവിതം നന്നായി പോകാൻ നമ്മളെ സഹായിക്കും. So as we heard that, even though we heard all these things in our real life, definitely there can be mistakes. But here it says in Colossians chapter 3 verse 13, we should bear with one another and forgive each other. That means if we did something to our wife or husband, immediately we have to forgive them. പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ നമ്മൾ നമ്മുടെ ആ കുടുംബജീവിതത്തെ മെച്ചപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോകണം, നമ്മൾ തയ്യാറാവണം. Beloved brothers and sisters, so in this way we should improve our family life and move forward in our Christian life. എന്തുകൊണ്ട് നമ്മൾ ഈ കാര്യത്തെ ഗൗരവമായി എടുക്കണം? What is the reason why we should take this thing very important? ഒത്തിരി കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, പക്ഷെ നമുക്ക് പറയാം, നമ്മൾ അങ്ങനെ നന്നായിട്ട് കുടുംബത്തെ കൊണ്ടുപോയില്ലെങ്കിൽ നമ്മൾ ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തെ സമൂഹത്തിന്റെ മുമ്പാകെ മിസ്റെപ്രസെന്റ് ചെയ്യുന്നു എന്നുള്ള വലിയ തെറ്റാണ് ചെയ്യുന്നത്. അതുകൊണ്ടുകൂടെ നമ്മൾ നമ്മുടെ കുടുംബജീവിതത്തെ സൂക്ഷിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ് എന്ന് പറയും.
although we heard a lot of reasons why we should lead our family life well, the most we can take this as one of the most serious thing, that if we are not careful in our family life, then we'll be misrepresenting the relationship between Jesus and the church, and we'll be giving a false image to the society, thereby committing a grave mistake or sin.